വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ ചികിത്സയോട് സഹകരിക്കുന്നില്ല എന്ന് പോലീസ്. ചികിത്സ നൽകുന്നതിനോട് പ്രതി അസ്വസ്ഥ പ്രകടിപ്പിക്കുന്നുവെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചതായിട്ടാണ് വിവരം. അതേസമയം മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാത്തതിൻ്റെ പേരിൽ അഫാൻ 8 കൊല്ലം മുമ്പ് എലിവിഷം കഴിച്ചിരുന്നുവെന്നും വിവരം പുറത്തുവന്നു. ചികിത്സയിൽ കഴിയുന്ന മാതാവ് ഷെമിൻ്റെ മൊഴി രേഖപ്പെടുത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവർക്ക് ബോധം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ചേരുന്നു. അവിടെയാണ് അഫാൻ ചികിത്സയിൽ തുടരുന്നത്. അതുപോലെ സലീം മാലിക് മാതാവ് ഷെമിയുടെ ആരോഗ്യസ്ഥിതിയുടെ വിശദാംശങ്ങൾ നൽകും വെഞ്ഞാറമൂട് ഗോകുല മെഡിക്കൽ കോളേജിൽ നിന്ന്. ആദ്യം അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് എന്താണ് നമുക്കിപ്പം പ്രേക്ഷകരോട് പറയാൻ കഴിയുന്നത്? അഫാൻ ഇന്നലെ രാത്രി 8 മണിയോട് കൂടിയാണ് ലക്ഷം കഴിച്ചു എന്ന് പറഞ്ഞതിനെ തുടർന്ന് പോലീസ് ഇവിടേക്ക് എത്തിക്കുന്നത്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നത്. ഈ വയറ് കഴുകി അടക്കമുള്ള പരിശോധനകൾ, അതിന്റെ ചികിത്സകൾ അഫാൻ നൽകുന്നുണ്ട്. ഇതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് അഫാൻ ചികിത്സയുടെ ആദ്യഘട്ടത്തിൽ ചികിത്സയുടെ അനുകൂലമായല്ല പ്രതികരിച്ചത്. അങ്ങേയറ്റം അസ്വസ്ഥത അഫാൻ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നാലെ ഡോക്ടർമാരടക്കം നിർബന്ധിച്ചതിനെ തുടർന്ന് ഇയാൾ വഴങ്ങുകയായിരുന്നു. ഇന്നലെ ഈ വയറ് കഴിഞ്ഞാലും മറ്റുമൊക്കെ ഇന്നലെ ഇയാൾ വഴങ്ങുകയായിരുന്നു. ഇന്നും സമാനമാണ് അഫാന്റെ അവസ്ഥ. ഇന്നലെ വയറ് കഴുകുന്ന നടപടിയൊക്കെ പൂർത്തിയായി. ഇന്നലെ രാത്രി വൈകി മജിസ്ട്രേറ്റ് എത്തി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ വീണ്ടും മറ്റു ചികിത്സ, അതായത് ഇൻഫെക്ഷനും മറ്റുമൊക്കെ നൽകുന്നുണ്ട്. ഈ ക്യാനിലേക്ക് എടുത്തു കളയാനും ഒക്കെയുള്ള അസ്വസ്ഥത ഇയാൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെ വളരെ നിർബന്ധപൂർവ്വമാണ് ഇയാൾക്ക് ചികിത്സ നൽകാൻ കഴിയുന്നത്. അഫാന്റെ ആരോഗ്യനില സ്റ്റേബിൾ ആണ് എന്നുള്ളതാണ് ഡോക്ടേഴ്സ് വ്യക്തമാക്കുന്ന കാര്യം. ഒരുപക്ഷെ ഇന്നോ നാളെയോ ആശുപത്രി വിടാൻ സാധിക്കും. 24 മണിക്കൂർ ഒബ്സർവേഷൻ കൂടി കഴിഞ്ഞതിന് ശേഷം ആശുപത്രിക്ക് വിടാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അയാളുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാന കാര്യം, പോലീസ് നിരീക്ഷണം ഇവിടെ തുടരുന്നുണ്ട്. മറ്റൊന്ന്, ഈ അഫാൻ ആദ്യമായല്ല വിഷം കഴിക്കുന്നത് എന്ന വിവരം കൂടി പുറത്തു വരുന്നത്. അതായത് 8 വർഷം മുമ്പ് ഇയാൾ എലിവിഷം കഴിച്ചിരുന്നു, അന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് ആ വിവരം. അതായത് മൊബൈൽ ഫോൺ വാങ്ങി നൽകാത്തതിൽ മറന്നുകൊണ്ടാണ് ഇയാൾ അന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചത്. 8 വർഷം മുമ്പെന്ന് പറയുമ്പോൾ 15 വയസ്സ് മാത്രമാണ് അഫാന് പ്രായമെന്ന് എന്നുള്ളത് ഊഹിക്കാം. ഒരുപക്ഷെ ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു മനോനില തെറ്റുന്ന ഒരു സാഹചര്യം ഏതെങ്കിലും സമയത്ത്, അതായത് ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാതെ വരുമ്പോൾ ട്രിഗർ ചെയ്യപ്പെടുന്ന അത്തരത്തിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നു, കൊലപാതകം അടക്കമുള്ള കാര്യങ്ങൾക്ക് മുതിരുന്ന തരത്തിൽ എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ട്, അത്തരം എന്തെങ്കിലും രൂക്ഷമായ പ്രശ്നം അഫാൻ ഉണ്ടോ എന്നുള്ള കാര്യം പോലും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മനഃശാസ്ത്രജ്ഞരുടെ അടക്കം വിവരം തേടിയിട്ടുണ്ട്. നേരത്തെ ഈ വിവരത്തിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് അങ്ങനെ, അതായത് 8 വർഷം മുമ്പ് മൊബൈൽ ഫോൺ വാങ്ങി നൽകാത്തതിൽ മനംനൊന്ത് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. സമാനമായി തന്നെ ഇപ്പോൾ പണവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട്. മാതാവിനോട് അതുപോലെ മുത്തശ്ശിയോടൊക്കെ പണം ചോദിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും പണവുമായി ബന്ധപ്പെട്ട വിഷയം അത് താൻ ചോദിച്ചത് ലഭിക്കാത്തതിനെ തുടർന്ന് അങ്ങനെ എന്തെങ്കിലും ഇയാളുടെ മനോനില ട്രിഗർ ചെയ്യപ്പെട്ടതാണോ എന്നൊരു സംശയം പോലീസിന് നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും കാരണം വ്യക്തമല്ല. പലതരമായ കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ പണവുമായി ബന്ധപ്പെട്ട കടബാധ്യതയുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നു. ഒന്ന്, പ്രധാനമായി നിലനിന്നിരുന്ന പ്രണയത്തെ സംബന്ധിച്ചുള്ള വിവരം അത് പുറത്തു വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാരണമാവും. അത് വീട്ടുകാർ അംഗീകരിക്കാത്തതിനെ തുടർന്നാകാം അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.